ഇറക്കിയിട്ടുള്ളത്. ഖുർആൻ്റെ A മുതൽ Z വരെയുള്ളതായ സർവ്വ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്തുണ്ട് ഖുർആനിൽ. ആ സൂറത്താണ് ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സൂറത്ത്. അതിനേക്കാളും ശ്രേഷ്ഠതയുള്ള സൂറത്ത് ഖുർആനിലില്ല. അറിയുമല്ലോ, എല്ലാവർക്കും അറിയേണ്ടതാണ്. കാരണം കിസ് മത്സരമൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ സമ്മാനം കരഗതമാക്കണം, അതിന് വേണ്ടി ഒരുങ്ങണം. അപ്പോൾ ഒക്കെ പഠിച്ചു വെക്കാൻ നല്ലതാണ്. അതേതാണ്? സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹത്തു കുല്ലി ഖൈർ, എല്ലാ നന്മയുടെയും കവാടമാണത്. നമസ്കാരം തുടങ്ങാൻ അതുപോലെ തന്നെ നാം എല്ലാ ദിവസവും ആ സൂറത്തുൽ ഫാത്തിഹയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കണം, എന്നാലേ മുസ്ലിം ആവുള്ളൂ. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, ഒരു 10-15 ആൾക്കാരെ ഇരുത്തിയിട്ട്, മലയാളികളെന്ന് ഞാൻ മാത്രമേ പറയുന്നില്ല, അവഗണിച്ച് നിങ്ങൾ പറയും, 10-15 പേരെ ഇവിടെ ഇരുത്തിയിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓദിപ്പിച്ചാൽ കൃത്യമായിട്ട് ഓതാൻ അറിയാത്ത നല്ലൊരു ശതമാനം ആൾക്കാരെ കൂട്ടത്തിൽ കിട്ടും. അതാണ് നമ്മുടെ ഗതികേട്, നമ്മുടെ വീഴ്ച, നമ്മുടെ കുറവ്. നാം പഠിക്കേണ്ടതും നാം ഉൾക്കൊള്ളേണ്ടതും നാം ജീവിക്കേണ്ടത് ഏതൊരു തത്വത്തിന് വേണ്ടിയാണ്, അത് നാം പഠിച്ചിട്ടില്ല എന്നൊരു വീഴ്ച നാം മനസ്സിലാക്കണം. നാം വീഴ്ച മനസ്സിലാക്കുന്നത് എന്തിനാണ്? നികറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഫാത്തിഹ എന്ന സൂറത്ത് അത് ഖുർആനിലുള്ള സൂറത്തുകളിൽ, പരിപൂർണമായ സൂറത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സൂറത്താണ്, ഏറ്റവും അഅ്ളമായ സൂറത്താണ്, ഏറ്റവും പ്രാധാന്യം ഉൾക്കൊള്ളുന്ന സൂറത്താണ്. അതിൻ്റെ അകത്ത് ഖുർആനിൻ്റെ മുഴുവൻ രത്ന ചുരുക്കമുണ്ട്. ഖുർആനിൽ അല്ലാഹ് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയുണ്ട്, അതെല്ലാം അതിലേക്കെല്ലാം സൂറത്തുൽ ഫാത്തിഹയിൽ സൂചനയുണ്ട്. ആരാധനയാവട്ടെ, വിശ്വാസം ആവട്ടെ, അതുപോലെ തന്നെ ഹിസ്റ്ററികളാവട്ടെ, മുൻകാലക്കാരുടെ ഹിസ്റ്ററികളാവട്ടെ, അള്ളാഹുവിൻ്റെ അസ്മാകളാവട്ടെ, സിഫാത്തുകളാവട്ടെ, അതുപോലെ തന്നെ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് പുറമെ അഹ്കാമുകളാവട്ടെ, ചെയ്യണം ചെയ്യണ്ട എന്ന് പറയുന്ന കാര്യങ്ങളാവട്ടെ, അതുപോലെ തർബിയത്ത്, എങ്ങനെയാണ് നാം നമ്മുടെ ജീലിനെ, നമ്മുടെ കുട്ടികളെ, നമ്മുടെ പെൺകുട്ടികളെ, ആൺകുട്ടികളെ, സമൂഹത്തെ വളർത്തിയെടുക്കേണ്ടത് എന്നതിലേക്കെല്ലാം സൂചന നൽകുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. 7 ആയത്ത് മാത്രമാണ് അതിലുള്ളത്, 25 പദമാണ് അതിലുള്ളത്, 123 അക്ഷരമാണ് അതിലുള്ളത്. അത് ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ പ്രത്യേകത കാരണത്താൽ തന്നെ ധാരാളം നാമങ്ങൾ അതിന് നൽകപ്പെട്ടിട്ടുണ്ട്, ധാരാളം നാമങ്ങൾ അതിന് നൽകപ്പെട്ടിട്ടുണ്ട്. നാം ഖുർആനിലേക്കെന്ന് പറയുമ്പോൾ ഫാത്തിഹ സൂറത്തിലേക്ക് മാത്രം നാം മടങ്ങി അതിൽ ഉൾക്കൊള്ളുന്നതായ തത്വങ്ങളെ ഗ്രഹിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താൻ തീരുമാനിച്ചാൽ തന്നെ നാം വിജയികളായി. അതുകൊണ്ടാണ് നിർബന്ധമായിട്ടൊരു മുസ്ലിം പഠിക്കേണ്ടത് ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയാണ്. നിർബന്ധമായിട്ടൊരു മുസ്ലിം പഠിക്കേണ്ടതായ സൂറത്ത് ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയാണ്. അത് പഠിച്ചില്ലെങ്കിൽ അവൻ്റെ നിസ്കാരമില്ല, അവൻ പരിപൂർണ്ണ മുഅ്മിനാവാൻ ചെയ്യേണ്ട അമലുകൾ ചെയ്യാനും അവന് സാധിക്കുന്നതല്ല. ആദ്യത്തെ പേര് ഖുർആനിൻ്റെ പ്രാരംഭം ഫാത്തിഹയിലൂടെയായതുകൊണ്ട് തന്നെ ഫാത്തിഹ പ്രാരംഭം. നിസ്കാരത്തിൻ്റെ പ്രാരംഭവും അങ്ങനെ തന്നെ. ഉമ്മുൽ ഖുർആൻ എന്ന് പേരുണ്ട്. ഉമ്മുൽ ഖുറ എന്ന് പട്ടണങ്ങളുടെ മാതാവി എന്ന് മക്കയ്ക്ക് പേരുള്ളതുപോലെ മക്കയ്ക്ക് എന്തുകൊണ്ട് പട്ടണത്തിൻ്റെ മാതാവെന്ന് പറയുന്നു? അതിന് പല കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ലോകത്തിൻ്റെ മധ്യത്തിലാണ്, ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച കാര്യമാണ്, ലോകത്തിൻ്റെ മധ്യത്തിലാണ്, വസത്തിലാണ് എന്ത് മക്ക സ്ഥിതി ചെയ്യുന്നത്. അത് ഉമ്മുൽ ഖുറയാണ്, പട്ടണങ്ങളുടെ മാതാവാണ് എന്നതുപോലെ ഖുർആൻ ഫാത്തിഹ ഉമ്മുൽ ഖുർആനാണ്, ഖുർആനിൻ്റെ മാതാവാണ്, ഖുർആനിൻ്റെ മാതാവാണ്. ആ ഖുർആനിലുള്ള തത്വങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഉമ്മുൽ ഖുർആൻ എന്നത് സിഹാഹിൽ സ്ഥിരീകരിക്കപ്പെട്ടതായ ഭാഗമാണ്. അതുപോലെ തന്നെ ഈ ഫാത്തിഹ സൂറത്തിന് അസ്സബഉൽ മസാനി എന്ന് പേരുണ്ട്. വലഖദ് ആതൈനാക സബഅം മിനൽ മസാനി വൽ ഖുർആനിൽ അളീം. സബഅം മിനൽ മസാനി വൽ ഖുർആനൽ അളീം. നിങ്ങൾക്ക് നാം തന്നിരിക്കുകയാണ് സബഅൽ മസാനിയെ, മടങ്ങി വരുന്നതായ സാധനമെന്നാണ്, സൂറത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് മടങ്ങി വരുന്നത്? ഒരു ദിവസത്തിൽ 17 പ്രാവശ്യം മടക്കിക്കൊണ്ടേയിരിക്കുകയാണ് നിർബന്ധമായിട്ട് നാം. അതിനു പുറമെ സുന്നത്ത് നിസ്കരിക്കുന്നവരോ സുന്നത്ത് നമസ്കാരത്തിലും ഓതിക്കൊണ്ടേയിരിക്കുകയാണ്.
വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി വൽ ഖുർആനൽ അളീം. ഖുർആനൽ അളീം എന്നും അതിന് പേരുണ്ട്. കാരണം ഖുർആന്റെ അകത്ത് ഉൾക്കൊള്ളുന്ന തത്വമെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ. ആ ഭാഗം ബുഖാരിയിൽ 4704 നമ്പർ ഹദീസിൽ കാണാവുന്നതാണ്. അപ്രകാരം തന്നെ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്കുള്ള പേരിൽ പെട്ടതാണ് അൽ വാഫിയ എന്ന്. അൽ വാഫിയ എന്ന പേര് അതിന് നൽകപ്പെടാൻ കാരണം പറയുന്നത് അത് ഓഹരി വെക്കപ്പെടുകയില്ല. ഇപ്പോൾ ഖുർആൻ ഒന്നാമത്തെ റക്അത്തിൽ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ വരെ ഓതാ, എന്നിട്ട് രണ്ടാം റക്അത്തിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം വരെ ഓതാ, അവിടുന്ന് അപ്പുറം ഓതാ. അത് പറ്റുമോ? ഇല്ലല്ലോ. മറ്റേത് സൂറത്തുകളെയും തജ്സിയത്ത് ചെയ്യാൻ പറ്റും. ഇത് പരിപൂർണമായിട്ട് തന്നെ ഓതിയാലേ തീരൂ, പഠിച്ചാലേ തീരൂ. ഒരു അമുസ്ലിം ഇസ്ലാമിനെ മനസ്സിലാക്കി, സത്യം മനസ്സിലാക്കി, ഏകദൈവ വിശ്വാസത്തിലേക്ക് അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം അർത്ഥ നേർച്ചയാക്കി, അള്ളാഹനെ മാത്രം ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച്, അള്ളാഹനെ മാത്രം ഭയപ്പെട്ടവനിലേക്ക് ബരമേൽപ്പിച്ച് പ്രശ്നങ്ങളെ വരാൻ തീരുമാനിച്ച ഓരോ അമുസ്ലിം ഇസ്ലാമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആദ്യമായി നിർബന്ധമായി പഠിക്കേണ്ടത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ നാം എന്ത് പഠിപ്പിക്കുന്നു? നമ്മുടെ നാട്ടിൽ തർബിയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥാപനങ്ങളുണ്ട്. പണ്ട് തന്നെ അറിയപ്പെടുന്നത് പൊന്നാണിയിലൊക്കെയുള്ള സ്ഥാപനങ്ങളൊക്കെയാണ് എൻ്റെ അറിവിൽ. അവിടെയൊക്കെ എന്താ പഠിപ്പിക്കുന്നത്? സൂറത്തുൽ ഫാത്തിഹ, നമസ്കാരം പഠിപ്പിക്കും. അതിൽ സൂറത്തുൽ ഫാത്തിഹ നിർബന്ധമായിട്ട്. അതുകൊണ്ട് ഇമാം അബു ഹനീഫയുടെ മദ്ഹബിൽ സൂറത്തുൽ ഫാത്തിഹ പഠിക്കുന്നത് വരെ മാതൃഭാഷയിൽ നമസ്കരിക്കാമെന്നാണ്. സൂറത്തുൽ ഫാത്തിഹ പഠിക്കുന്നത് വരെ മാതൃഭാഷയിൽ നമസ്കരിക്കാം. മാതൃഭാഷയിൽ തന്നെ ഫാത്തിഹയുടെ അർത്ഥം ചൊല്ലിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അറബിയിൽ തന്നെ ഓതുകയും വേണം എന്നതാണ്. അതെ, സൂറത്തുൽ ഫാത്തിഹയുടെ പേരുകളിൽപ്പെട്ടതാണ് സൂറത്തു തഅലീമിൽ മസ്അല. എങ്ങനെയാണ് അള്ളാഹിനോട് ചോദിക്കേണ്ടത് എന്നത് പഠിപ്പിക്കുന്ന സൂറത്ത് എന്ന് അർത്ഥം വെച്ചതായിട്ട് കാണാം. ഇർഷാദുൽ അഖ്ൽ സലീം എന്ന ഗ്രന്ഥത്തിൽ ആ പേരിൻ്റെ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇത് നാം ശരിക്കും മനസ്സിലാക്കണം. കാരണം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം 3 ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ ശേഷം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അപ്പോൾ ഇയ്യാക നഅ്ബുദു ചോദിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് സമ്മതിക്കുകയാണ്, ആരാധന നിനക്ക് മാത്രമാണ്, സഹായാഭ്യർത്ഥന നിന്നോട് മാത്രമാണ്. ഇത് 2 പറഞ്ഞ ശേഷമാണ് പിന്നെ പ്രാർത്ഥന വരുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വിശ്വാസ ക്ലിയറിങ് നടത്തണം. അള്ളാഹിനോടല്ലാതെ പ്രാർത്ഥിക്കാനോ അള്ളാഹുനെ അല്ലാതെ ആരാധിക്കുവാനോ അള്ളാഹുവിനോടല്ലാതെ സഹായം തേടാനോ പാടില്ല എന്ന് സമ്മതിപ്പിച്ച് അത് തൊള്ള കൊണ്ട് പറയിപ്പിച്ച ശേഷമാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സന്മാർഗത്തിലേക്ക്, ചൊവ്വായ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ രക്ഷിതാവേ എന്ന് പറയുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അത് പിന്നെയും പറയാം നമുക്ക്. അതെ, പിന്നെ അവിടേക്ക് മടങ്ങാം. അതുപോലെ തന്നെ ഷിഫ എന്ന് ആ സൂറത്തിന് പേരുണ്ട്, ഷാഫിയ എന്ന ആ സൂറത്തിന് പേരുണ്ട്. കാരണം അത് മന്ത്രിക്കാൻ വേണ്ടി, പിശാചിനെ ഓടിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വേറെ വല്ല അങ്ങനെയുള്ള ദ്രോഹങ്ങളുണ്ടെങ്കിൽ അത് ദൂരപ്പെടുത്താൻ വേണ്ടിയിട്ട് ഫാത്തിഹ സൂറത്ത് ഉപയോഗപ്പെടുത്താം. അത് ഉപയോഗപ്പെടുത്തിയതായ വാർത്ത രോഗം മാറ്റാൻ അല്ലെങ്കിൽ വിഷം മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചതായ വാർത്ത ബുഖാരിയിലുണ്ട്. അങ്ങനെ ചെയ്തതായ സഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്തറിയാം അത് അങ്ങനെ ഉപയോഗിക്കാനുള്ളതാണ് എന്ന്, അഥവാ മന്ത്രിക്കാൻ, രോഗം മാറ്റാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കാനുള്ളതാണ് ആ സൂറത്ത് എന്ന് നിങ്ങൾക്ക് എന്തറിയാമെന്ന് ചോദിച്ച വാർത്ത സഹീഹുൽ ബുഖാരിയിൽ 2276 നമ്പർ ഹദീസിൽ കാണാവുന്നതാണ്. അതുകൊണ്ടായിരിക്കും ഷാഫിയ എന്നുകൂടി പേര് വെക്കപ്പെടാൻ കാരണം. പറഞ്ഞതുപോലെ ഖുർആനിൽ ഏറ്റവും പരിപൂർണമായ ഏറ്റവും പ്രധാനമുള്ള സൂറത്ത് കാമിലത്തായത് അത് സൂറത്തുൽ ഫാത്തിഹയാണ്. അതിന് തെളിവായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഈദ് ഇബ്നുൽ മുഅല്ല എന്ന അബീ സഈദ് ഇബ്നുൽ മുഅല്ല എന്ന സഹാബിയുടെ അവസരത്തിൽ ചോദിച്ചു, നിങ്ങൾ ഈ പള്ളിയിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഖുർആനിൽ ഏറ്റവും പ്രത്യേകതയുള്ളതായ ഒരു സൂറത്തിനെ. അങ്ങനെ അദ്ദേഹം മടങ്ങി വന്നപ്പോൾ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇതാണ് ഈ ഖുർആനിലുള്ള ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആയത്തെന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ആ സഹാബിയോട് പറഞ്ഞു കൊടുത്തു. പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ മക്കയിലും അത് ഇറങ്ങിയിട്ടുണ്ട്, മദീനയിലും ഇറങ്ങിയിട്ടുണ്ട്. ആദ്യ ഇറക്കം മക്കയിലാണ്. കാരണം വിശുദ്ധ മക്കയിൽ വെച്ചിട്ടാണ് ഇസ്രാ മിഅ്റാജ് നടക്കുന്നത്. അന്ന് രാത്രിയിലാണ് നമസ്കാരം നിർബന്ധമാകുന്നത്. നിർബന്ധമായ നമസ്കാരത്തിൽ ഓതേണ്ടതുണ്ട് ഫാത്തിഹ എന്നതുകൊണ്ട് മക്കയിൽ ആദ്യമായിട്ട് അത് ഇറങ്ങിയിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹ മക്കയിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം മദീനയിൽ ഇരിക്കുന്ന വേളയിൽ ജിബ്രീൽ ഇരിക്കുകയാണ്. ശബ്ദം കേട്ടു. ജിബ്രീൽ പറഞ്ഞു, ആകാശത്തിൻ്റെ ഒരു വാതിൽ ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. ആ വാതിൽ ഇതിനു മുമ്പ് തുറന്നിട്ടേ ഇല്ല. ഒരു മലക്ക് ഇറങ്ങുകയാണ്. ആ മലക്ക് ഇതുവരെ ഇറങ്ങിയിട്ടേ ഇല്ല. ആദ്യമാണ് അദ്ദേഹത്തിൻ്റെ ഇറക്കം. ജിബ്രീലാണ് പറഞ്ഞു കൊടുക്കുന്നത് റസൂലിനോട്. എന്നിട്ടോ ആ മലക്ക് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുകയുണ്ടായി, 2 പ്രകാശവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഏതൊക്കെയാണത്? ഒരു പ്രകാശം നിങ്ങൾക്ക് നൽകപ്പെട്ടതിൽ ഏറ്റവും നല്ല 2 പ്രകാശവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഇപ്പോൾ നിങ്ങൾ കേട്ടതായ ആ ആയത്തുകൾ. അവിടെ 2ാമത്തെ ഇറക്കം അതിൻ്റെ പ്രത്യേകത പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്നല്ലാതെ ആദ്യമായിട്ടുള്ള ഇറക്കമല്ല. അപ്പോൾ മക്കയിൽ ഇറങ്ങിയതിന് പുറമെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതിന് പുറമെ മദീനയിൽ അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മലക്ക് വഹി ഇറക്കുന്ന മലക്കുകളിലൂടെ, സ്പെഷ്യൽ മലക്കിലൂടെ അള്ളാഹു സൂറത്തുൽ ഫാത്തിഹയോട് ഓതിക്കൊടുത്തു എന്നാണ്. പിന്നെ 2ാമത്തത് സൂറത്തുൽ ബഖറയുടെ അവസാനത്തുള്ളതായ ആയത്തുകളാണ്. അതേതൊക്കെയാണ്? ആമന റസൂല് തൊട്ട് തുടങ്ങി അവസാനിക്കുന്നതായ ആയത്തുകൾ. ഇത് ഈ 2 പ്രകാശത്തിലേക്കാണ് സൂചന നൽകിയത് ആ ഹദീസിൽ. ഈ രൂപത്തിലുള്ള ഇത്രയും തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഖുർആനിന്റെ എ മുതൽ സെഡ് വരെയുള്ളതായ തത്വങ്ങളെയെല്ലാം ഉൾക്കൊള്ളിക്കുന്ന അർത്ഥഗാംഭീര്യമുള്ള സാഹിത്യമുള്ള ഇങ്ങനെയുള്ള ഉള്ളടക്കമുള്ളതായ ആയത്തുകൾ മുൻകഴിഞ്ഞ ഏത് ഗ്രന്ഥങ്ങളിലും ഇറങ്ങിയിട്ടേ ഇല്ല. അതിൽ അല്ലാഹുമായുള്ളതായ സംഭാഷണമുള്ളത് കൊണ്ട് തന്നെ യഥാർത്ഥ മോമിൻ ആസ്വദിക്കുന്നു നമസ്കാരത്തിലൂടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വല്ലപ്പോഴും വല്ല പ്രയാസം വന്നാൽ റസൂല് പറയാറുണ്ട് സഹാബാക്കളോട്, എന്ത്? വിളിക്കൂ, നമുക്ക് നമസ്കരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവിനെ കുറിച്ച് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇദാ ഹസബഹു അംറുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ലജഅ ഇലസ്സലാ, നമസ്കാരത്തിലേക്ക് അവർ ചെല്ലുന്നതാണ്. പ്രശ്നമുണ്ടായ നമസ്കാരത്തിലേക്ക്. കാരണം അള്ളാഹിനോട് സംസാരിക്കല്ലേ, അതിനുള്ള ചാൻസ് വേറെ വല്ല സന്ദർഭത്തിലും ആ രൂപത്തിൽ കിട്ടുമോ? ഔദ്യോഗികമായ കിട്ടലാണത്. നീ സ്വയം ഇഷ്ടത്തിൽ ദ്വാർക്കലും നീ അള്ളാഹിന്റെ കൽപ്പന അനുസരിച്ചിട്ട് എന്നോട് പ്രാർത്ഥിക്കണമെങ്കിൽ ഈ രൂപത്തിൽ നീ ചെയ്യണമെന്ന് കൽപ്പിച്ച കൽപ്പന ഫിറ്റാക്കിയും കൊണ്ട് നമസ്കരിക്കലും വ്യത്യാസമുണ്ട്. അതൊരു പ്രത്യേക ശൈലിയാണ്. അതിന് വദു വേണം, അതിന് ശുദ്ധി വേണം, അതിന് പ്രത്യേക മനസാന്നിധ്യം വേണം, അതിന് ഖുശൂഅ് വേണം, അതിന് ഭക്തി വേണം, അതിന് ഫർളുകളുണ്ട്, ഷർത്തുകളുണ്ട്, സുന്നത്തുകളുണ്ട്. ഈ രൂപത്തിലാകുമ്പോൾ അതിന് പ്രത്യേക പദവിയും സ്റ്റാൻഡേർഡും പ്രതിഫലവും ആണ് അള്ളാഹുവിന്റെ അടുക്കൽ നമസ്കാരത്തിന്. അതാണ് റസൂല് ചെയ്യാറുള്ളത്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതാണ് നാമും ചെയ്യേണ്ടത്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ